കോമ്പറ്റീഷൻസ് എവിടെയുമുണ്ട്. പക്ഷെ ആ കോമ്പറ്റീഷനിൽ വിജയിക്കുക അത് നമ്മുടെ കഴിവാണ്. ആ കഴിവുണ്ടാവണമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. സ്ഥിരമായിട്ട് സമയം കണ്ടെത്തിയേ പറ്റൂ. നമ്മളുടെ മനസ്സും നമ്മളുടെ സമയവും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഏതൊരു പരീക്ഷയും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ജേഡിസ് കറണ്ട് അഫേഴ്സും ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് മെയ് 16. ഇന്നത്തെ ചില ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. ശ്രീഹരി ഇന്ത്യയുടെ 86ാമത്തെ GM ആയി. ടെററിസ്റ്റിനെതിരെ ഇന്ത്യയുടെ പുതിയ ഓപ്പറേഷൻ നഡാർ. UPSC ചെയർമാൻ ആയി അജയ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യൻ ഫോഴ്സസ് ലോഞ്ച് ഓപ്പറേഷൻ നഡാർ എഗെയിൻസ്റ്റ് ടെററിസ്റ്റ്. ഭീകരർക്കെതിരെ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ നഡാർ ആരംഭിച്ചു. ഇന്നലെയായിരുന്നു ഓപ്പറേഷൻ നഡാർ. ഇത് എവിടെയാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നദാർ, ട്രാൽ, അവന്തിപ്പോറ എന്നിവിടങ്ങളിൽ ഭീകരതയെ നേരിടാൻ ഏത് സൈനിക യൂണിറ്റാണ് ഓപ്പറേഷൻ നഡാർ നടത്തിയത്? ഇന്ത്യൻ സൈന്യത്തിന്റെ ചിനാർ കോർപ്സ്. ജമ്മു കാശ്മീരിലാണ് നഡാർ, ട്രാൽ, അവന്തിപ്പോറ. ഇവിടെ നടന്നിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ നഡാർ. ഈ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത് ഇന്ത്യൻ ആർമിയിലെ ചിനാർ കോർപ്സ് എന്നറിയപ്പെടുന്ന, ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഉള്ള ഒരു ആർമി യൂണിറ്റാണ് ചിനാർ കോർപ്സ്. ചിനാർ കോർപ്സ് ആണ് നഡാർ, ട്രാൽ, അവന്തിപ്പോറയിൽ ടെററിസ്റ്റിനെ തുരത്തുന്നതിന് വേണ്ടി ഈ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ അനുസരിച്ച് 3 ടെററിസ്റ്റ് കൊല്ലപ്പെടുകയും ചെയ്തു. സോ ഓപ്പറേഷൻ നഡാർ ഇത് ഇന്ത്യൻ ആർമിയുടെ ചിനാർ കോർപ്സ് നടത്തുന്ന ഒരു ഓപ്പറേഷൻ ആണ്. ജമ്മു കാശ്മീർ പോലീസും CRPFും ചേർന്ന് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ നഡാർ നടത്തിയത് ഏത് തീയതിയിലാണ്? 2025 മെയ് 15. ഇന്നലെയായിരുന്നു ഓപ്പറേഷൻ നഡാർ. ഇതിനുവേണ്ടി ഇന്ത്യൻ ആർമിയിലെ ചിനാർ കോർപ്സ്, ജമ്മു ആൻഡ് കാശ്മീർ പോലീസ്, CRPF ഒരുമിച്ച് നടത്തിയിട്ടുള്ള ഒരു കമ്പൈൻഡ് ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ നഡാർ. ഇത് ജമ്മു കാശ്മീരിലെ അവന്തിപ്പോറ, ട്രാൽ, നഡാർ എന്നീ സ്ഥലങ്ങളിൽ നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു എഗെയിൻസ്റ്റ് ടെററിസ്റ്റ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: അജയ് കുമാർ ടേക്സ് ഓത്ത് ആസ് ന്യൂ UPSC ചെയർമാൻ. പുതിയ UPSC ചെയർമാനായി അജയ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആണ് അജയ് കുമാർ. അദ്ദേഹം ചെയർമാൻ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 15 പുതിയ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായി ആരാണ് നിയമിതനായത്? അജയ് കുമാർ ആണ് UPSCയുടെ പുതിയ ചെയർമാൻ. ഇന്നലെയായിരുന്നു മെയ് 15 തീയതിയായിരുന്നു അദ്ദേഹം UPSCയുടെ ചെയർമാൻ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. മുൻ IAS ഉദ്യോഗസ്ഥനും മുൻ പ്രതിരോധ സെക്രട്ടറിയുമായ അജയ് കുമാറിനെ പുതിയ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? കമ്മീഷന്റെ ഏറ്റവും മുതിർന്ന അംഗമായ ലഫ്റ്റനന്റ് ജനറൽ രാജ് ശുക്ല, റിട്ടയർ. സാധാരണയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഏറ്റവും ടോപ്പ് ലെവലിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നമ്മൾ ചില ചിന്തിക്കാം, ഒരു പക്ഷേ അത് ചീഫ് ജസ്റ്റിസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗവർണർ ആയിരിക്കും സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുക്കുന്നത്. എന്നാൽ UPSCയുടെ ചെയർമാന്റെ സത്യപ്രതിജ്ഞ അത് ചൊല്ലിക്കൊടുത്തത് UPSCയുടെ സീനിയർ മോസ്റ്റ് മെമ്പർ ആയിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ രാജ് ശുക്ലയായിരുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായ അജയ് കുമാറിനെ ആരാണ് നിയമിച്ചത്? പ്രസിഡന്റ് ദ്രൗപദി മുർമു. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് UPSCയുടെ ചെയർമാൻ എന്ന പോസ്റ്റ്. ഇന്ത്യയിൽ തന്നെ പറയുമ്പോൾ ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് UPSC. അപ്പോൾ UPSCയുടെ ആ ഒരു പോസ്റ്റിലേക്ക് അജയ് കുമാറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ് ഇന്ത്യൻ പ്രസിഡന്റ്, അതായത് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് എന്നാണ് UPSC സ്ഥാപിതമായിട്ടുള്ളത്. 1926 1926 ഒക്ടോബർ 1 തീയതിയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന പേരിൽ ഓർഗനൈസേഷൻ രൂപീകരിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 ആക്ട് പ്രകാരമാണ് 1926 ഒക്ടോബർ 1 തീയതി UPSC ഇത് സ്ഥാപിതമായിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: DRDO ഡെവലപ്സ് ഹൈ പ്രഷർ പോളിമറിക് മെംബ്രെയിൻ ഫോർ സീ വാട്ടർ ഡീസലൈനേഷൻ. കടൽ വെള്ളം ഡീസലൈനേഷൻ ചെയ്യുന്നതിനായി DRDO ഉയർന്ന മർദ്ദമുള്ള പോളിമറിക് മെംബ്രെയിൻ വികസിപ്പിച്ചെടുത്തു. കടൽ വെള്ളം അത് ശുദ്ധീകരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് DRDO ഹൈ പ്രഷർ പോളിമറിക് മെംബ്രെയിൻ എന്ന ഒരു ഉപകരണം വികസിപ്പിച്ചെടുത്തു. ഏത് ഫോഴ്സിന് വേണ്ടിയാണ് സീ വാട്ടർ ഡീസലൈനേഷൻ എന്ന ഈ ഒരു മെംബ്രെയിൻ ഇത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം.
മെംബ്രെയിൻ ഉയർന്ന മർദ്ദമുള്ള കടൽവെള്ള ഡീസലനേഷൻ വികസിപ്പിച്ചെടുത്ത സംഘടന ഏതാണ്? DRDO, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ഇത്തരത്തിലുള്ള ഏറ്റവും ഹൈ പ്രഷർ ആയിട്ടുള്ള സീ വാട്ടർ കടൽവെള്ളം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടെക്നോളജി വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പലുകളിലെ ഡിസലനേഷൻ പ്ലാന്റിനുള്ള സാങ്കേതികവിദ്യ DRDOയുടെ ഏത് ശാഖ വികസിപ്പിച്ചെടുത്തു? ഡിഫൻസ് മെറ്റീരിയൽ സ്റ്റോഴ്സ് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. DRDOയുടെ ഒരു ബ്രാഞ്ച് ആണ് ഡിഫൻസ് മെറ്റീരിയൽസ് സ്റ്റോഴ്സ് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഈ ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ഡിസാലിനേഷൻ മെംബ്രെയിൻ കടൽവെള്ളം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഡിഫൻസ് മെറ്റീരിയൽ സ്റ്റോഴ്സ് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എവിടെയാണ്? കാൺപൂർ, UP. UPയിലെ കാൺപൂറിലാണ് ഈ ഒരു ഓർഗനൈസേഷൻ. ഇത് ഡിഫൻസ് ആൻഡ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒന്നാണ്. ഡിഫൻസ് മെറ്റീരിയൽ സ്റ്റോഴ്സ് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്. മെലിയോയിഡോസിസ് ഡെത്ത് ഇൻ ഓസ്ട്രേലിയ റീച്ച് 31 അമിഡ് റെക്കോർഡ് ഫ്ലഡ്സ് ഇൻ ക്യൂൻസ്ലാൻഡ്. ക്യൂൻസ്ലാൻഡിൽ റെക്കോർഡ് വെള്ളപ്പൊക്കത്തിനിടയിൽ ഓസ്ട്രേലിയൻ മെലിയോയിഡിസിസ് മരണങ്ങൾ 31ആയി. മെലിയോയിഡിസിസ് എന്ന രോഗം ഇതുമൂലം ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് എന്ന സ്ഥലത്ത് 31 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. ഓസ്ട്രേലിയ എന്ന രാജ്യത്ത് വന്നിട്ടുള്ള ഒരു രോഗമാണ് മെലിയോയിഡോസിസ് എന്ന് പറയുന്ന ഈ രോഗം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഉഷ്ണമേഖല രോഗമായ മെലിയോയിഡോസിസ് പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് ഏറ്റവും അടുത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് മെലിയോയിഡോസിസ് എന്ന് പറയുന്ന ഈ ഒരു രോഗം ഇതൊരു ഉഷ്ണമേഖല രോഗമാണ്. ഇത് പൊട്ടിപ്പുറപ്പെട്ട മൂലം ഏതാണ്ട് 31 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. കനത്ത മഴയും വെള്ളപ്പൊക്കം മൂലമുണ്ടാകുന്ന ഉഷ്ണമേഖല രോഗമായ മെലിയോയിഡോസിസ് പൊട്ടിപ്പുറപ്പെട്ടതായി ഓസ്ട്രേലിയയുടെ ഏത് സ്ഥലത്താണ് റിപ്പോർട്ട് ചെയ്തത്? ക്യൂൻസ്ലാൻഡ്. ഓസ്ട്രേലിയയുടെ നോർത്തേൺ ഏരിയയാണ് ക്യൂൻസ്ലാൻഡ്. ഇവിടെയാണ് വെള്ളപ്പൊക്കം അതുമായി ബന്ധപ്പെട്ട ഈ രോഗം പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. ഈ രോഗത്തിൻ്റെ പേരാണ് മെലിയോയിഡോസിസ്. ഇത് മാരകമായിട്ടുള്ള രോഗമാണ്. ഇത് സാധാരണയായിട്ട് മണ്ണ് അതുപോലെ തന്നെ വെള്ളം ഇതിലൂടെ തന്നെ പകരുന്ന ഒരു രോഗമാണ് മെലിയോയിഡോസിസ് എന്ന് പറയുന്ന രോഗം. ഇത് മൂലമാണ് 31ഓളം പേര് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, 2025 വേൾഡ് ഫുഡ് പ്രൈസ് ഫോർ സസ്റ്റൈനബിൾ ഫാമിംഗ് ഇന്നൊവേഷൻ. സുസ്ഥിര കൃഷി നവീകരണത്തിലുള്ള 2025 ലോക ഭക്ഷ്യ സമ്മാനം വേൾഡ് ഫുഡ് പ്രൈസ് 2025 പ്രഖ്യാപിച്ചു. ആർക്കാണ്, ഏത് രാജ്യത്തിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സുസ്ഥിര കൃഷി നവീകരണത്തിനുള്ള 2025 ലോക ഭക്ഷ്യ സമ്മാനം നേടിയ ബ്രസീലിയൻ ശാസ്ത്രജ്ഞന്റെ പേര് മരിയൻഗലെ ഹംഗ്രിയ. ബ്രസീലിലെ ഒരു സയന്റിസ്റ്റ് ആണ് മരിയൻഗലെ ഹംഗ്രിയ. ഇവർക്കാണ് ഈ പ്രാവശ്യത്തെ 2025 വേൾഡ് ഫുഡ് പ്രൈസ് സസ്റ്റൈനബിൾ ഫാമിംഗ് ഇന്നൊവേഷന് ലഭിച്ചിട്ടുള്ളത്. അതായത് സുസ്ഥിര കൃഷി നവീകരണത്തിലുള്ള 2025 വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത് മരിയൻഗലെ ഹംഗ്രിയ. ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ് ബ്രസീലിയൻ ശാസ്ത്രജ്ഞയായ മരിയൻഗലെ ഹംഗ്രിയെ 2025 ലോക ഭക്ഷ്യ സമ്മാനം നേടിയത്? കെമിക്കൽ നൈട്രജൻ വളത്തിന് പകരം ജൈവ നൈട്രജൻ വളം ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്നു. ഏതൊരു ചെടിയുടെയും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നൈട്രജൻ. എന്നാൽ ഇത് കൂടുതലായിട്ട് ലഭിക്കുന്നത് കെമിക്കൽ നൈട്രജൻസ് ആണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരമായിട്ട് ബയോളജിക്കൽ നൈട്രജൻ, ജൈവ നൈട്രജൻ ഉപയോഗിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശമാണ് ബ്രസീലിയൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള മരിയൻഗലെ ഹംഗ്രിയ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതനുസരിച്ചാണ് 2025 വേൾഡ് ഫുഡ് പ്രൈസ് ഇത് ലഭിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ സോയാബീൻ ഉൽപ്പാദകരായ US-നെ മറികടന്ന രാജ്യം ഏത്? ബ്രസീൽ. ബ്രസീൽ ആണിപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. US ആയിരുന്നു. എന്നാൽ ആ സ്ഥാനത്തെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ബ്രസീൽ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. നമ്മളും ഇന്ന് മിക്കവാറും എല്ലാ മാർക്കറ്റിലും കാണുന്ന ഒന്നാണ് സോയാബീൻ. അതുപോലെ തന്നെ സോയാബീൻ ഓയിൽ എല്ലാം ഇന്നിപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതലായിട്ട് സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് മാറി ബ്രസീൽ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഏത് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതലായിട്ട് സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശ് ആണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ, അതായത് ഏതാണ്ട് 53% സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം.
തൊട്ടുപുറകെ നിൽക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇപ്പോൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്രയാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായിട്ട് സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ. ഏറ്റവും ടോപ്പ് ലെവലിൽ മധ്യപ്രദേശ്, രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്ര. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ് സ്പോർട്സ് ആയി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. ശ്രീഹരി ഈസ് ഇന്ത്യസ് 86th GM. ശ്രീഹരി ഇന്ത്യയുടെ 86ാമത്തെ GM ആയി. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയുടെ 86ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയത് ആരാണ്? LR ശ്രീഹരി. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള LR ശ്രീഹരിയാണ് ഇന്ത്യയുടെ 86ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ. ഇന്നത്തെ സ്പോർട്സ് പേജിൽ വന്നിട്ടുള്ള വാർത്തയാണ് LR ശ്രീഹരി ഇന്ത്യയുടെ 86ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ. അതായത് ഇപ്പോൾ ഇന്ത്യക്ക് 86 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണുള്ളത്. ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ ആകാനുള്ള ഏറ്റവും കുറഞ്ഞ എല്ലോ റേറ്റിംഗ് എന്താണ്? ഫിഡെ റേറ്റിംഗ് കുറഞ്ഞത് 2500. 2500 ഫിഡെ റേറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ ആകാൻ സാധിക്കുകയുള്ളൂ. ഫിഡെ എന്നാൽ ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ആണ്, അല്ലെങ്കിൽ വേൾഡ് ചെസ് ഫെഡറേഷൻ. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ ഫിഡെ എന്നാൽ ഇതിൻ്റെ ഫുൾ ഫോം ആണ് ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡെസ് ഏഷ്യസ്. ഇതിൽ ഫെഡറേഷൻ ഇന്റർനാഷണൽ ഇത് ഇംഗ്ലീഷ് വേർഡും ഡെസ് ഏഷ്യസ് എന്നത് ഫ്രഞ്ച് വേർഡുമാണ്. ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് വേർഡിൻ്റെ ഒന്നാണ് ഫിഡെ. എന്നാൽ ഇതിനെ ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ അല്ലെങ്കിൽ വേൾഡ് ചെസ് ഫെഡറേഷൻ എന്നും അറിയപ്പെടുന്നു. ചെസ്സിൽ ഒരു GM ആകാൻ എത്ര ഗ്രാൻഡ് മാസ്റ്റർ നോമുകൾ ആവശ്യമാണ്? 3 ഗ്രാൻഡ് മാസ്റ്റർ നോമുകൾ. 27 മാച്ചുകൾ ഉണ്ടെങ്കിൽ പോലും അതിൽ 3 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് നോം കളിച്ചാൽ മാത്രമേ ചെസ്സിൽ GM ആവുകയുള്ളൂ. ഗ്രാൻഡ് മാസ്റ്റേഴ്സിൻ്റെ പ്രസൻസിൽ തന്നെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആയിട്ടുള്ള കളി ഉണ്ടായാൽ മാത്രമേ, അത് മിനിമം 3 ഗ്രാൻഡ് മാസ്റ്റർ നോംസ് ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ GM ആരാണ്? സുബ്രാമൻ വിജയലക്ഷ്മി. 2001. 2001 ഇന്ത്യയിലെ ആദ്യത്തെ വുമൻ GM ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സുബ്രാമൻ വിജയലക്ഷ്മിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദ ഫസ്റ്റ് വുമൻ GM ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഗുകേഷ് ദൊമ്പരാജു. ഇന്ന് വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള D ഗുകേഷ് അദ്ദേഹമാണ് ഇന്ത്യയിലെ യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ. 2019 ജനുവരിയിലാണ്. 12 വയസ്സ് 7 മാസം 17 ദിവസം ഉള്ളപ്പോഴാണ് D ഗുകേഷ് ഇന്ത്യയിലെ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ളത്. ദ യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ ഇൻ ഇന്ത്യ. നമ്മളിന്ന് കറണ്ട് അഫേഴ്സും അതുപോലെ GK ആയിട്ട് 19 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണെന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.